Good morning. Welcome to Life Chemistry. അപ്പോൾ നമ്മൾ ഇന്ന് 7th സ്റ്റാൻഡേർഡിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ പോലും അറിയാതെ നമ്മൾ കെമിസ്ട്രിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാം അല്ലേ. നമുക്കറിയാം നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ട്രിപ്സൊക്കെ പോകാറില്ലേ, ഫാമിലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പിക്നിക്കിനോ അല്ലെങ്കിൽ ഒരു ട്രെക്കിങ്ങിനോ ട്രിപ്പിനൊക്കെ പോകാറുണ്ട് അല്ലേ. ഈ സമ്മർ സീസൺ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ വേനൽക്കാലം ആവുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എങ്ങോട്ട് പോകാനാണ് ഇഷ്ടപ്പെടുക? രാജസ്ഥാൻ പോലെയുള്ള അല്ലെങ്കിൽ എന്താ വലിയ വലിയ കുറേ മരുഭൂമികളുള്ള സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുമോ? ഇല്ല അല്ലേ. നമ്മൾ എന്തിനാ ഈ പിക്നിക്കിന് പോകുന്നത്? കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു ക്ലൈമറ്റിൽ നിന്നൊക്കെ കാലാവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം അല്ലേ ആഗ്രഹിച്ചിട്ടല്ലേ. അപ്പം നമ്മൾ എങ്ങോട്ടാ പോവാറ്? പൊതുവെ എങ്ങോട്ടാ പോവാറ്? ഊട്ടി പോലെയുള്ള അല്ലെങ്കിൽ മൈസൂർ പോലെയുള്ള അതല്ലെങ്കിൽ നല്ല തണുപ്പുള്ള കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അല്ലേ പോവാറ്. അതേപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല വിൻ്റർ സീസണാണ്, ഓൾറെഡി നമുക്ക് നല്ല തണുപ്പുള്ള സീസണാന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ തണുപ്പുള്ള സമയത്ത് നമ്മൾ വീണ്ടും ഒരു മണാലിയോ കാശ്മീരോ ഒക്കെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുമോ? ഇല്ല. കാരണം എന്താ, നമുക്ക് വേണ്ടത് കുറച്ച് ഒരു ഹോട്ട്നെസ് അല്ലേ, നമ്മുടെ ശരീരത്തിന് ഒരു ചൂടാണ് ആവശ്യം. അപ്പം നമ്മൾ എവിടെ പോകാൻ ആഗ്രഹിക്കാറുണ്ട്? കുറച്ചും കൂടെ ഒരു നോർമൽ ക്ലൈമറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചൂടൊക്കെയുള്ള ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ സമയത്തും ഒരുപോലെയുള്ള അവസ്ഥകളല്ല ഉണ്ടാവാറുള്ളത് അല്ലേ. കാലാവസ്ഥ മാറ്റമുണ്ട്, അതേപോലെ തന്നെ എന്താ പൂക്കൾ ഉണ്ടാവുന്ന സമയമുണ്ട്, അതുപോലെ എന്താ ഇലകൾ കൊഴിയുന്ന സമയമുണ്ട്. അങ്ങനെ പല 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 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ. അപ്പോൾ ഇവിടെ മാം തന്നിട്ടുള്ള ഈ ഒരു പ്രസൻറ്റേഷനിൽ ഒന്ന് നോക്കി, ഇവിടെ 2 പിക്ചേഴ്സ് തന്നിട്ടില്ലേ. ഈ 2 ചിത്രത്തിലും ഒരുപോലെയുള്ള അവസ്ഥകളാണോ നമുക്ക് കാണാൻ പറ്റുന്നത്? അല്ല അല്ലേ. ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ എന്താ കാണുന്നത്? മരുഭൂമിയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡെസേർട്ട് ആണ് അല്ലേ. ആദ്യത്തെ പിക്ചറിൽ എന്താ നമ്മൾ കാണുന്നത്? ഡെസേർട്ട് ആണ് അല്ലെങ്കിൽ മരുഭൂമിയാണ്. അതുപോലെ രണ്ടാമത്തെ സ്ഥലത്ത് കാണുന്നത് എവിടെ നോക്കിയേ? മഞ്ഞാണ് അല്ലേ, സ്നോ ആണ്. സ്നോ എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞ് മൂടിയ പ്രദേശമാണ് അല്ലേ. അപ്പൊ നോക്ക്, ഇവിടെയുള്ള 2 ചിത്രത്തിലെയും ആളുകൾ എക്സ്ട്രീം ആയിട്ട് വ്യത്യസ്തമല്ലേ? ഒരേപോലെയാണോ കാണാനും അനുഭവിക്കാനൊക്കെ? അല്ല അല്ലേ. ഇവിടെ എന്തോ ഒരാള് വ്യത്യാസമല്ലേ. ഒരു സ്ഥലത്ത് എന്തായിരിക്കും? വളരെ അധികം ചൂട് കൂടുതലായിരിക്കും. അതെവിടെ ഉണ്ടാവുക? മരുഭൂമിയിലാണോ മഞ്ഞിലാണോ കൂടുതൽ ചൂട് നമുക്ക് അനുഭവപ്പെടാറ്? മരുഭൂമിയിലാണ് അല്ലേ. അതുപോലെ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലം എവിടെയായിരിക്കും? മഞ്ഞുള്ള സ്ഥലങ്ങളിലാവും, സ്നോ ആയിട്ടുള്ള ഏരിയയിലായിരിക്കും അല്ലേ. അപ്പൊ അതുപോലെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ്, എങ്ങനെയാണ് താപം നമ്മൾ നിത്യജീവിതത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾ റെഡിയാണോ?